അങ്ങനെ ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് മലയാളം സീസൺ 7 മോഹൻലാലിന്റെ ഗംഭീര അവതരണത്തോടുകൂടി തുടങ്ങിക്കഴിഞ്ഞു. ഏത് ഘട്ടത്തിലും ഇഴയാതെ വളരെ ചടുലമായ രീതിയിലാണ് ഇപ്രാവശ്യത്തെ ബിഗ് ബോസിന്റെ കെട്ടും മട്ടും. എല്ലാ കണ്ടസ്റ്റൻസിനും ഗംഭീര പണി കൊടുക്കുന്ന പണിപ്പുര പോലും തയ്യാറായി കഴിഞ്ഞു. മൈജിയുടെ അവാർഡ് വിന്നറായ അനീഷ് തട്ടിലാണ് ഇപ്രാവശ്യത്തെ ആദ്യമായി ബിഗ് ബോസ് ഹൗസിലേക്ക് പ്രവേശിച്ചത്. ഒന്നാം ദിവസം തന്നെ ബിഗ് ബോസിൽ ആദ്യത്തെ അടി പൊട്ടിക്കഴിഞ്ഞു. കോമണറായ അനീഷാണ് എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കമിട്ടത്. ഇദ്ദേഹം ഒരു സ്ത്രീ വിരോധി കൂടിയാണെന്നും അഭിപ്രായമുണ്ട്. മത്സരാർത്ഥികൾ ഓരോരുത്തരായി നിയമാവലി വായിക്കുന്നതിനിടെയാണ് പ്രശ്നമുണ്ടായത്. ആര്യൻ നിയമാവലി വായിക്കുമ്പോൾ തപ്പിത്തടഞ്ഞാണ് മലയാളം വായിച്ചിരുന്നത്. ഇത് കണ്ട അനീഷിന് ദേഷ്യം വന്ന് അനീഷ് ചോദ്യം ചെയ്തു. ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് മലയാളം സീസൺ 7 എല്ലാവർക്കും മലയാളം എഴുതാനും വായിക്കണം അറിയണമെന്ന് അനീഷ് നിർബന്ധപൂർവ്വം പറഞ്ഞു. അനീഷിന്റെ ഈ തീരുമാനത്തെ അപ്പാനും ശരത്തും അക്ബർ ഖാനും ചോദ്യം ചെയ്തു. പിന്നീട് കൂട്ടത്തോടെ എല്ലാവരും ഈ തീരുമാനത്തെ എതിർത്തു. മലയാളം എഴുതാനും വായിക്കാനും അറിയണമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് അഭിലാഷ് ചോദിച്ചു. എല്ലാവരും കൂട്ടത്തോടെ എത്തി അനീഷിനെ എതിർത്തപ്പോൾ അനീഷ് പതിയെ അവിടെ നിന്ന് ഒറ്റയ്ക്ക് നടന്ന് കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരുന്നു. മത്സരാർത്ഥികൾ എല്ലാവരും കൂടി ചുറ്റുമിരുന്ന് നിയമാവലികൾ വായിക്കുന്നതിനിടെയാണ് അനീഷ് പ്രശ്നമുണ്ടാക്കിയത്. അനീഷ് ഒറ്റയ്ക്ക് പിറുപിറുത്തുകൊണ്ട് നടന്നപ്പോൾ ഇതൊരു സ്ട്രാറ്റജിയാണോ എന്ന് മറ്റുള്ളവർ ട്രോളിക്കൊണ്ട് ചോദിച്ചു. തന്റെ ഈ ഒറ്റപ്പെടൽ നാടകം എവിടെയും വിലപ്പോവില്ല എന്ന് സാരിക അനീഷിനെ ഓർമ്മപ്പെടുത്തി. അനീഷിന്റെ ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി പൊളിക്കാനായി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് റെനി ഫാത്തിമ. അനീഷിന്റെ കൂടെ നടന്ന് റെന ട്രോളിക്കൊണ്ട് ചോദിച്ചു, കുറച്ചൊക്കെ വയസ്സ് ഉപയോഗിച്ച് കളിച്ചുകൂടെ എന്ന്. ഇനി അനീഷിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാക്ഷാൽ ബിഗ് ബോസിനെ വിളിക്കണോ എന്ന് റെന ട്രോളിക്കൊണ്ട് ചോദിച്ചു. ബിഗ് ബോസിൽ വന്നിട്ട് 10 മണിക്കൂർ പോലും ആയിട്ടില്ല, അപ്പോഴേക്കും സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നു. ചേട്ടന് കിട്ടുന്ന ആ സ്ക്രീൻ സ്പേസ് എനിക്കും ചേട്ടന്റെ കൂടെ നടന്നാൽ കിട്ടുമെന്ന് പറഞ്ഞ് റെന അദ്ദേഹത്തിന്റെ കൂടെ നടക്കാൻ തുടങ്ങി. ബിഗ് ബോസിൽ വന്നിട്ട് 10 മണിക്കൂർ പോലും ആയിട്ടില്ല, അപ്പോഴേക്കും എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് റെന ഫാത്തിമ ചോദിച്ചു. താങ്കൾക്ക് മാനസികമായും ശാരീരികമായും സംസാരിക്കാനും വല്ല ബുദ്ധിമുട്ടുണ്ടോ, അതോ ബിഗ് ബോസ് ഇടപെടണോ എന്ന് റെന പരിഹാസ രൂപേണ ചോദിച്ചു. ഇടയ്ക്കൊക്കെ മനസ്സ് തുറക്കണം, ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നാൽ ഒന്നും ലഭിക്കുകയില്ലെന്നും ജനങ്ങൾക്ക് ഇത് വല്ലാത്ത ബോറടി ഉണ്ടാക്കുമെന്നും റെന ഫാത്തിമ പറഞ്ഞു. അതേസമയം കഴിഞ്ഞ സീസണിലെ കോമണറായ രതീഷിനെ അനുകരിക്കുകയാണ് അനീഷ് എന്നും ചില ആരാധകർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ രീതിയിലാണ് അനീഷ് മത്സരിക്കുന്നതെങ്കിൽ ഒരാഴ്ച കൊണ്ട് അനീഷ് പുറത്താവുമെന്നാണ് GPS മീഡിയയുടെ വിലയേറിയ അഭിപ്രായം. ബിഗ് ബോസിനോട് GPS മീഡിയയ്ക്ക് ഒരു ചെറിയ എളിയ അഭിപ്രായമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ആഴ്ചയിൽ എവിക്ഷൻ ഒഴിവാക്കണമെന്നാണ്. കാരണം വന്ന കണ്ടസ്റ്റൻസിനെ ഒന്ന് ചുവട് വയ്ക്കുവാനും അവരെ മനസ്സിലാക്കുവാനും അവരുടെ പെർഫോമൻസിനെ കുറിച്ച് അഭിപ്രായം മനസ്സിലാക്കുവാനും എല്ലാം വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സമയം കൊടുക്കണമെന്നാണ് GPS മീഡിയയുടെ അഭിപ്രായം. അനീഷിന് ബിഗ് ബോസിൽ ഒരു ചെറിയ ഓളമൊക്കെ ഉണ്ടാക്കാൻ കഴിവുണ്ടെന്നാണ് തോന്നുന്നത്. പഴയ രതീഷിന്റെ ഗതി വരാതിരിക്കട്ടെ എന്നാണ് GPS മീഡിയയുടെ ആഗ്രഹം.